ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ്. ഞങ്ങൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഞങ്ങൾ മേക്ക് ഓവറൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. മേക്കപ്പ് എന്ന് വെച്ചാൽ മേക്കപ്പ് ഒന്നുമല്ല, ജസ്റ്റ് അവിടെ പോയി സെൽഫ് കെയർ അങ്ങനെയും പറയാം. അപ്പോൾ ഞങ്ങളിത് കുറേ നാൾ ഞാനും നന്ദനയും പ്ലാൻ ഇട്ടിട്ടുള്ള സംഭവമാണ്. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് വഴിയെ നമുക്കറിയാം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ ഷോപ്പിലേക്കാണ് പോകുന്നത്. സോ ബാക്കിയുള്ള വീട് അങ്ങനെ കാണാം. ചേട്ടാ, ഫേസ് കണ്ടോ? എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത്. കാരണം ഇന്നലെ ഒരു ട്രാവലിംഗ് ആയിരുന്നു. മൂവാറ്റുപുഴ പോലെ പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അതും രാവിലെ നേരത്തെ എണീറ്റിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 7:45, 8:05 ബസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നും മദറിൻ്റെ അവിടേക്ക് പോകണം. അപ്പോൾ ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്. ഐ എം സോ ടയേർഡ്. പിന്നെ വൈകിട്ടാണ് പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ പോയത്. അപ്പോൾ നമുക്കിനി ബാക്കിയെല്ലാം വിശേഷങ്ങൾ വഴിയെ കാണാം. ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തി. നമ്മളിങ്ങനെ ഷട്ടിന് ബസ് കയറി, ഓളരി ബസ് കയറിയിട്ട് മദർ സ്റ്റോപ്പ് ഇറങ്ങി ചേട്ടന്മാര് നോക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? സർപ്രൈസ് ആയിട്ട് കൊടുക്കാല്ലേ? അതെ. അപ്പൊ മദർ ഹോസ്പിറ്റൽ കഴിഞ്ഞ് ലെഫ്റ്റിന്റെ ആദ്യത്തെ വഴിയിലാണ് ഈ കട വരുന്നത്. നിങ്ങൾ ആദ്യം ഇവിടെ എത്തിയില്ലേ? 10 മണിയിൽ പറഞ്ഞായിരിക്കും. ഞങ്ങൾ നേരത്തെ എത്തിയില്ല. നേരത്തെ പോവാൻ ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ എത്തി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴി കാണാം. ഇനി ഇന്ന ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ ബിരിയാണി എനിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? അപ്പൊ എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കണം. വെയിറ്റിംഗ് ആണ്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? കഴിച്ചിട്ടില്ലേ? ഓ, നീ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞാൻ കഴിച്ചു. ഭയങ്കരമായിട്ട് ചൂട് എടുത്തത്. കാറ്റുകാലാണെങ്കിൽ ഭയങ്കര ചൂടാണ്. ഇതൊക്കെയാണ്. അപ്പൊ വിനിമോളെന്റെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറയും. നാളെ വരുമ്പോ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഡീലുക്ക് ബ്രൈഡൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ഒരു കുഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു ലിവിങ് റൂമാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ നമുക്ക് ഹെയർ കട്ടിങ്ങും ഹെയർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പെഡിക്യൂർ മെഡിക്യൂർ ചെയ്യാനായിട്ടൊരു സ്പോട്ടും, പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹൈഡ്രാ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ചേച്ചി രാവിലെ തന്നെ മേഘതിരിയൊക്കെ കത്തിച്ച്, മേഘതിരല്ല, ഇത് കത്തിച്ച് ഒരു പോസിറ്റീവ് ആംബിയൻസോട് കൂടിയാണ് ചേച്ചി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ ഇങ്ങനെ നെയിൽ പോളിഷൻസ് കമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പ്രൊഡക്റ്റിൻ്റെ ഒരു ചെറിയൊരു ഷോക്കേഴ്സ് പോലെ ഞങ്ങൾ വെച്ചേക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹെയറിൻ്റെ. ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഹെയറിനാണ്. ഞങ്ങൾക്ക് ഹെയറാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. സോ അതിലാണ് ഞങ്ങളുടെ എല്ലാം പോകുന്നത്. സോ ഞങ്ങൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ചേച്ചിയോട് പറഞ്ഞു, കെരാറ്റിൻ ബോട്ടോസ് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് നല്ലതെന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞത് നിങ്ങൾ ആദ്യം ഷോപ്പിലോട്ട് വായോ, കാരണം നമുക്ക് ഹെയർ കണ്ടാലാണ് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഹെയറൊക്കെ നോക്കിയപ്പോൾ അതാ കുറേ താരനുണ്ട്. സോ ഇത് നന്ദനയ്ക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത് കെരാസ്മൂത്ത്, എനിക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത് ബോട്ടോസ് ആയിരുന്നു കേട്ടോ. അത് ഇപ്പോൾ ചേച്ചി പറയും നമ്മുടെ ഹെയർ കണ്ടിട്ട് നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്തും ഡാമേജും ഒക്കെ നോക്കിയിട്ടാണ് ഹെയറിൻ്റെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഫുള്ളും താരനായിരുന്നു. സോ അപ്പോൾ ആ താരൻ്റെ ആ ഭാഗമുള്ള മുടി കൊഴിയണേന്നൊക്കെ പറഞ്ഞു. സെക്കൻഡ് എൻ്റെ തല ചെക്ക് ചെയ്തപ്പോൾ എനിക്കറിയുണ്ടായിരുന്നില്ല ഗൈസ്, എനിക്ക് ഇത്രയധികം താരനുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. താരൻ ആക്ച്വലി ഉണ്ട്, ഞാൻ ഡോക്ടറിനായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. ബട്ട് ഇത്രയധികം ഉണ്ട് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഈ വീഡിയോ കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ഞാൻ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ വെള്ളം പറ്റാണ്ട് ആണ് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് മുമ്പ് ഇത്രയധികം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എനിക്ക് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഒന്നും വിചാരിച്ചില്ല. പക്ഷെ പിന്നീട് ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഇത്രയധികം ഉണ്ടായിരുന്നു. ഒരു പേസ്റ്റ് തേച്ച പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഡാൻഡ്രഫ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ പെട്ടൊക്കെ എനിക്ക് കാണുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായി ഇത്രയധികം താരൻ്റെ തലയിൽ അടിങ്ങി കുടുങ്ങിയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നീങ്ങി. നന്ദനയുടെ ഹെയർ വാഷ് ചെയ്തു, ആൻറ്റിയും ഹെയർ വാഷ് ചെയ്തു. ഇത് താരനൊക്കെ കളഞ്ഞ് ഹെയർ വാഷ് ചെയ്തപ്പോൾ ഒരു കുളിർമ പൊളിയായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡാൻഡ്രഫിൻ്റെ പേസ്റ്റ്, അതായത് ഒരു മാസ്ക് ആഡ് ചെയ്യായിരുന്നു. മാസ്ക് തലയിൽ നല്ലപോലെ പറ്റി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇത് തേച്ചപ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തു കേട്ടോ. കാരണം താരനൊക്കെ കളഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ തേച്ചപ്പോൾ നല്ലൊരു കൂളിംഗ് ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഡീലുക്സ് സ്റ്റുഡിയോയിൽ ഓഫർ ഉണ്ട്. 20-25% ഓഫർ വരുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പോകുന്നതാണെങ്കിൽ 20-25% അല്ലാതെ നിങ്ങൾക്ക് 5-10% ഓഫർ ഉണ്ട്. അപ്പോൾ ഒട്ടും മിസ് ചെയ്യാതെ നിങ്ങൾ പോയിട്ട് വേഗം നിങ്ങൾക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് വേണ്ടത്, നിങ്ങളുടെ ഹെയറിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം ഈ ചേച്ചി നമ്മുടെ ഫേസും ഹെയറൊക്കെ കണ്ടിട്ട് തന്നെ ചേച്ചി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യാം. ഞാൻ കോൺടാക്ട് നമ്പറും ലൊക്കേഷൻസ് എല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഹെയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയർ കണ്ടിട്ടാണ് ചേച്ചി പ്രിഫർ ചെയ്യുള്ളൂ. കാരണം ഇപ്പോൾ നന്ദനയ്ക്ക് കെരാ സ്മൂത്തിങ് ആയിരുന്നു, എനിക്ക് പൊട്ടൂസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്തും ഡാമേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ മുമ്പത്തെ ഹെയറാണ്. ഇത് ചുമ്മാ അവരൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഹെയർ ബാക്കിന് വരുന്നുള്ളൂ. കാരണം എനിക്കൊരു പ്രിഫർ ഉണ്ടായിരുന്നു, എൻ്റെ ഹെയർ കളർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ ബ്ലൂ കളറായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു, ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ്. സോ പക്ഷേ അത് അമോണിയ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഒന്നുകൂടി ഡാമേജ് ആവും. അത് ആ ചേച്ചി തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു, ചെയ്തു തരണമെങ്കിൽ ചെയ്തു തരാം, പക്ഷെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പണി വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. സോ ഞാൻ അമോണിയ അധികം ആഡ് ചെയ്യാത്ത രീതിയിലുള്ള ഹെയർ കളറിങ് ആണ് ഞാൻ പ്രിഫർ ചെയ്തത്. അപ്പോൾ എനിക്ക് നന്ദന ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നന്ദനയ്ക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവേ എനിക്ക് ബിരിയാണി നല്ല ഇഷ്ടമാണ്. പിന്നെ നന്ദന കൂടെ ആകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പാവുണ്ട്, അത് രാത്രി എനിക്ക് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞങ്ങളുടെ ഹെയർ ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓഫർ ഉണ്ട്. അപ്പോൾ എൻ്റെ ത്രൂ വീഡിയോ കണ്ടു പോവുകയാണെങ്കിൽ 5-10% ആണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫർ കിട്ടുന്നതാണ്. അപ്പം എൻ്റെ മുമ്പത്തെ ഹെയർ ഞാൻ വീഡിയോ കണ്ടില്ലേ, അപ്പോൾ അതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എൻ്റെ ഹെയർ ഇത്രയും ലെങ്ത് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഞാൻ കുറേ വാഷ് കഴിഞ്ഞുകൊണ്ട്, കാരണം കുറേ അല്ല കേട്ടോ, ഇത്തിരി വാഷ് കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നന്ദനയുടെ ഹെയർ ഞങ്ങൾ ഫുള്ളും കവർ ചെയ്ത് വെച്ചു. സേഫായിട്ട് നീ അവിടെ ഇരുന്നോ. ബാക്കി പിന്നെ എൻ്റെ കാര്യങ്ങൾക്ക് തിരിഞ്ഞു. പിന്നെ എൻ്റെ ഹെയറിൻ്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് എനിക്ക് വെട്ടി തന്നു കേട്ടോ. സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉള്ള ഭാഗത്ത് എനിക്ക് വെട്ടി തന്നു. ആക്ച്വലി എൻ്റെ ഹെയറിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത് കേട്ടോ. ഡാൻഡ്രഫിൻ്റെ ആണെങ്കിലും സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാം ഈ ചേച്ചിയാണ് കാര്യങ്ങൾ പറഞ്ഞ്. നമ്മുടെ ഹെയറിൻ്റെ ഒരു മുടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ചേച്ചി പറയും ഇത് ചെയ്തുകൊണ്ട് എല്ലാം കറക്റ്റാണ്. പിന്നെ നെക്സ്റ്റ് എൻ്റെ ഹെയർ കളർ ചെയ്യാനായിട്ട് പോവാണ്. മജൻറ്റ റെഡായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി ചോദിച്ചു നല്ലോണം ഡാർക്ക് വേണോ, ഇല്ല ലൈറ്റായിട്ട് മതി, എന്നാൽ വല്ലാണ്ടും ഡാർക്ക് ആവേണ്ട, അങ്ങനത്തെ ഒരു രീതിയിൽ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹെയർ കളർ ചെയ്യുന്നത്. പുറത്ത് ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹെയർ കളർ ചെയ്യുന്നത്. ഞാൻ എല്ലാം സ്വയം പരീക്ഷണമായിരുന്നു. പക്ഷേ എനിക്ക് അതുകൊണ്ട് കാരണം ഒരു പേടിയും ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കും നര ഉണ്ടായിരുന്നു ഗൈസ്, ചില ഭാഗത്തൊക്കെ നര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്തുള്ള രീതിയിൽ നമ്മുടെ പ്രിഫറിനനുസരിച്ച് എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നരല്ല, ഇങ്ങനെ ഒരു ലൈൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എനിക്ക് ആഡ് ചെയ്ത് തന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട്, ഹെയർ കളർ ചെയ്തത് എങ്ങനെയാണെന്ന് വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനൊരു കോലത്തിലായിരുന്നു കേട്ടോ. ഇങ്ങനൊരു കോലത്തിലായിരുന്നു നിങ്ങൾ ഇങ്ങനൊരു കോലത്തിലായി. അപ്പോൾ എത്ര ചേഞ്ചസ് ആയി. നന്ദനൊക്കെ കാണുമ്പോൾ നന്ദന അല്ലാന്നേ തോന്നും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, ഹെയർ വാഷ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോയിട്ടോ. അപ്പം തന്നെ എൻ്റെ അമ്മയ്ക്കൊന്നും ചെയ്യണത് വരട്ടെ, അമ്മയും ചെയ്യാനിരുന്നു. അമ്മയുടെ മുടി ഇതുപോലെ തന്നെ ഭയങ്കര മുടി കൊഴിച്ചിലും ഭയങ്കര തിൻ ഹെയർ ആണ്, ഉള്ളൊന്നുമില്ല, ഭയങ്കര തിക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹെയർ, അമ്മയുടെ ഹെയർ. അതിനൊപ്പം തന്നെ ഞാനും സ്പായും ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ ഫൈനൽ ഹെയർ ഇങ്ങനെയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അമ്മയുടെ ഹെയർ, കാരണം മുമ്പത്തേകളും നല്ലപോലെ ഉള്ളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട്, ഇഷ്ടമായി അമ്മയ്ക്ക്? പിന്നെ എന്താ അമ്മയുടെ എക്സ്പീരിയൻസ് എന്താ? പറയാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാവും അറിയില്ലല്ലോ. അപ്പൊ ചെയ്തു നോക്കിയതാണ്. ഇഷ്ടപ്പെട്ടു അല്ലേ? ഒന്ന് ഫ്രണ്ടിക്ക് വന്നിട്ട് കാണിച്ചു കൊടുത്ത എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മള് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഹെയർ ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ.
അപ്പം ഞാൻ എന്താ ഹെയറിന് ചേഞ്ചസ് ഒക്കെ ഇതേ കാണിക്കാനുണ്ട്. നന്ദിനയുടെ ഹെയർ ആയിരുന്നു, പിന്നെ ഇങ്ങനെയായിരുന്നു എനിക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഗ്ലേസിങ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ചേഞ്ചസ്. അതുപോലെ തന്നെ ഇതായിരുന്നു എൻ്റെ ഹെയർ. ഇത്തിരി പ്രീസി ആയിട്ടും ഒന്നുമില്ലാത്തൊരു ജീവനില്ലാത്തൊരു ഹെയർ പോലെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു രൂപത്തിലേക്ക് കിട്ടി. അതുപോലെ തന്നെ ഹെയർ കളറ് ഇങ്ങനെ കിട്ടി കേട്ടോ. സോ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട, നിങ്ങളെല്ലാവരും ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.